വീഡിയോ നമ്പർ 16 നമ്മൾ പറയാൻ പോകുന്നത്. വീഡിയോ നമ്പർ 16 നമ്മൾ പോളാർ കോർഡിനേറ്റ്സ്, ടോട്ടൽ ഡെറിവേറ്റീവ്സ് ഈ സംഗതികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പോളാർ കോർഡിനേറ്റ്? നമ്മളിപ്പം ഇതുവരെ പഠിച്ചത് എന്താ? കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്, കാർട്ടീഷ്യൻ പ്ലെയിൻ അഥവാ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്. ഇവിടെ ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്. ഇവിടെ ഒരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്താൽ അത് എക്സ് കോമ വൈ. ഇതിനെ നമ്മൾ വിളിക്കുക ഒറിജിൻ. ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരം എക്സ് ഡിസ്റ്റൻസ്, ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരം വൈ ഡിസ്റ്റൻസ്. ഓക്കെ, എക്സ് ഡിസ്റ്റൻസ് വൈ ഡിസ്റ്റൻസ്, ഈ കോർഡിനേറ്റ് എക്സ് വൈ. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് റെപ്രസെൻ്റ് ചെയ്യുക. ഒരു പോയിന്റ് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഈ ദൂരമാണ് എക്സ്, ഈ ദൂരം വൈ. ഇതാണ് എക്സ് വൈ എന്ന് പറഞ്ഞ കോർഡിനേറ്റ്സ്. ഓക്കെ, എക്സും വൈയും. ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിന് പകരം നമ്മൾ കോർഡിനേറ്റ് ജോമെട്രിയിൽ വേറെ സാധനം ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ആർ ആൻഡ് തീറ്റ. എന്താണ് ആർ ആൻഡ് തീറ്റ? ഇവിടെ ഇപ്പോൾ എക്സ് ദൂരം ഇത്ര, വൈ ദൂരം ഇത്ര, എന്നിട്ട് പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്യണം. ആർ തീറ്റ എന്ന് പറഞ്ഞാൽ, ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒറിജിൻ എന്നല്ല പറയാ. ഈ ഒറിജിനിൽ നിന്ന് ഇവിടത്തേക്കുള്ള ആ പോയിന്റിലേക്കുള്ള ദൂരം, ഈ പോയിന്റ് നമ്മൾ പേര് പി എന്നാണ് കൊടുക്കുക. പി എന്ന് പറഞ്ഞ പോയിന്റാണ് എക്സ് വൈ. ഓക്കെ, ഈ ദൂരത്തിനെയാണ് നമ്മൾ ആർ എന്ന് വിളിക്കുന്നത്. തീറ്റ എന്ന് പറയുന്നത് ഈ എക്സ് ആക്സിൽ നിന്ന് ഈ വെക്ടർ, ഈ ഒരു വെക്ടർ എന്നാ പറയുക, ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ആ സാധനത്തിന് വെക്ടർ, ഇത് എക്സ് ആക്സിന് എത്ര ചെരിഞ്ഞാണ് കിടക്കുന്നത്, ആ ആംഗിളിനെ നമ്മൾ തീറ്റ എന്ന് പറയുന്നത്. ആ ആംഗിൾ എന്ത് വിളിക്കുന്നത്? തീറ്റ. അപ്പോൾ ഈ ഒറിജിനിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ദൂരം ആറും എക്സ് ആക്സിനുള്ള ഈ വെക്ടറിൻ്റെ ചെരിവ്, ആ ചെരിവിനെ തീറ്റ, അതും കൂടി രണ്ടും കൂടി കൂട്ടിയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്നത് പോളാർ കോർഡിനേറ്റ്സ്. പോളാർ കോർഡിനേറ്റ്സ്. അപ്പോൾ എക്സ് വൈ എന്ന് പറയുന്ന ഈ സാധനത്തിൻ്റെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എന്നും ആർ തീറ്റ എന്ന് പറയുന്ന സാധനം എന്താണ്? പോളാർ. എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരം, ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരം റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി പോളാർ കോർഡിനേറ്റ്സ് എന്താ? ഒറിജിനിൽ നേരെ ആ പോയിന്റിലേക്കുള്ള ദൂരവും പിന്നെ എക്സ് ആക്സിനുള്ള ചെരിവും, ആ രണ്ട് സാധനവും, ഒറിജിനലുള്ള ദൂരവും എക്സ് ആക്സിനുള്ള ചെരിവും കൂടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ത് വിളിക്കുന്നത്? പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറയും. നമുക്ക് ഈ എക്സ് വൈനെ നമുക്ക് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെ എക്സ് വൈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് തന്നാൽ പോളാർ കോർഡിനേറ്റ്സിലേക്കും, പോളാർ കോർഡിനേറ്റ്സ് തന്നു കഴിഞ്ഞാൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കെ, ഉദാഹരണത്തിന് ഞാൻ പോളാർ കോർഡിനേറ്റ്സ് ഞാനൊരു 3-4 എന്ന് പറയുന്നൊരു പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്തു. എന്താണ്? 3-4. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ആറും തീറ്റയും കണ്ടുപിടിക്കണം. അതാ പരിപാടി. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം പോളാർ കോർഡിനേറ്റ്സിൻ്റെ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ എക്സ് ആക്സും വൈ ആക്സും, എക്സ് ആക്സും വൈ ആക്സും. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ഒരു പോയിന്റ് പി മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് പോയിന്റ് പി. ആ പോയിന്റ് എക്സ് കോമ വൈ ആണ്. ഓക്കെ, ഇതാണ് ഒറിജിൻ 0 0. ഇനി ഞാൻ ഇവിടുന്ന് ഈ ദൂരം, ഇവിടുന്ന് ഈ ദൂരം, എക്സ് ആക്സിസിലുള്ള ഈ ദൂരത്തിന് നമ്മൾ എക്സ് എന്ന് വിളിക്കും, വൈ ആക്സിസിലുള്ള ഈ ദൂരത്തിന് നമ്മൾ ഇതിനെ വൈ എന്ന് വിളിക്കും. ഈ ആംഗിളാണ് തീറ്റ. ഇതൊരു മട്ടത്രികോണം അഥവാ റൈറ്റ് ട്രയാങ്കിളാണ്. ഈ റൈറ്റ് ട്രയാങ്കിൾ, ഈ എ ബി പി ട്രയാങ്കിൾ എ ബി പി. ഓക്കെ, ട്രയാങ്കിൾ എ ബി പി എന്താണ്? ഒരു മട്ടത്രികോണം അഥവാ റൈറ്റ് ട്രയാങ്കിളാണ്. എന്താ? പൈത്തഗോറസ് തിയറം, പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അഥവാ ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ഇത്. ഈ സാധനം കിട്ടൂലേ? അപ്പോൾ ഈ എ പി സ്ക്വയർ കാണുക, നമുക്കിങ്ങനെ കാണാം, എസ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പൈത്തഗോറസ് ഉപയോഗിച്ചിട്ട് ഇത് സ്ക്വയർ പ്ലസ് ഇത് സ്ക്വയർ ഈക്വൽ ടു എ പി സ്ക്വയർ.
അപ്പോൾ എ പി എന്തായിരിക്കും? എ പി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. എ പി എന്ന് പറയുന്നത് എന്തായിരിക്കും? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. എ പി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് വരും. അപ്പം നമുക്ക് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരം കിട്ടി. അതാണ് നമ്മൾ എ പി. ആർ എന്ന് പറഞ്ഞ സാധനം കിട്ടിയല്ലോ നമ്മൾ ഫൈൻഡ് ചെയ്ത്. ഒറിജിനിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ദൂരമാണെന്ന് ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇനി നമുക്ക് തീറ്റ എന്ന് പറയുന്ന സാധനം കാണുക. നമ്മൾ ഈ ട്രയാങ്കിൾ എ ബി പിയിൽ ടാൻ തീറ്റ എടുത്ത് നോക്കുന്നത്. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് വൈ ബൈ എക്സ്. ഇപ്പം നമുക്ക് തീറ്റ എത്ര കിട്ടും? തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ അപ്പുറം കൊണ്ടുപോയാൽ മതി. ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ബൈ എക്സ്. ഇപ്പം തീറ്റയും കിട്ടി. അപ്പം എന്തൊക്കെയായിരുന്നു നമുക്ക് വേണ്ടത്? ഇവിടുന്ന് ഇവിടുത്തേക്കുള്ള ദൂരമോ അതിവിടെ കിട്ടിയല്ലോ. ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ. തീറ്റ വേണമായിരുന്നു. തീറ്റ ആയിക്കൽ ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ബൈ എക്സ്. അപ്പോൾ ആറും തീറ്റയും കിട്ടി. അപ്പോൾ ആറും തീറ്റയും നമ്മൾ ഫൈൻഡ് ചെയ്തു. ഓക്കെ. ഇനി ഞാൻ ഇവിടെ ഒരു പോയിന്റ് 3, 4 മാർക്ക് ചെയ്തു. 3, 4 മാർക്ക് ചെയ്താൽ ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യാനുണ്ട്. ഇവിടെ തീറ്റേന് ഈ ആറിനെയും കൂടി ഒന്ന് കണക്ട് ചെയ്യണം. ഇങ്ങനെ കണക്ട് ചെയ്യാൻ ചെറിയൊരു കണക്ഷൻ കൊടുക്കണം. ഇവിടെ സൈൻ തീറ്റ എന്താ വരിക? സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ വൈ ബൈ ആറല്ല. ഇത് ആറല്ലേ? ഈ സാധനം ആറാണ്. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് വരും? സൈൻ തീറ്റ വൈ ബൈ ആർ. സൈൻ തീറ്റ ഈക്വൽ ടു വൈ ബൈ ആർ. അപ്പോൾ വൈ എന്ന് പറഞ്ഞ സാധനം എന്താ വരിക? ഈ ആറിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആർ സൈൻ തീറ്റ ഈക്വൽ ടു വൈ. ഇപ്പോൾ വൈ സീക്വൽ ആർ സൈൻ തീറ്റ കിട്ടിയില്ലേ? ഇനി ഇവിടെ ഈ ട്രയാങ്കിൾ കോസ് തീറ്റ അപ്ലൈ ചെയ്ത് നോക്ക്. കോസ് തീറ്റ ഈക്വൽ എന്ത് വരും? അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടനസ് എക്സ് ബൈ ആർ. ആർ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് എന്ത് കിട്ടും? എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ. അപ്പോൾ എക്സിൻ്റെ വില ആർ കോസ് തീറ്റയും വൈൻ്റെ വില എന്താ? ആർ സൈൻ തീറ്റയും. എക്സിൻ്റെ വില ആർ കോസ് തീറ്റയും വൈൻ്റെ വില ആർ സൈൻ തീറ്റയും. അപ്പോൾ നമുക്ക് കിട്ടിയ സാധനങ്ങൾ മനസ്സിലായ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് എഴുതി വെക്കാം. നമുക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. ഇത് എക്സ് വൈ എന്ന് പറയുന്ന കോർഡിനേറ്റ്സ് ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആർ തീറ്റയെ റെപ്രസെൻറ്റ് ചെയ്യുക. ആർ ഈസ് ഈക്വൽ ടു എക്സ് കോസ് തീറ്റ. എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ. വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ. ആർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ബൈ എക്സ്. ഇത്രയും സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കുക. അപ്പോൾ നമുക്കിവിടെ പോയിന്റ് എന്താണെന്നിരിക്കുന്നത്? 3, 4 തന്നിട്ടുണ്ടെന്ന് ഇരിക്കുക. 3, 4 ഇത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് തന്നിരിക്കുന്നത്. 3, 4 എന്ന് പറഞ്ഞാൽ എന്താണ്? കാർട്ടീഷ്യൻ കോർഡിനേറ്റ്. അപ്പോൾ നമ്മൾ ഇതിനെ ആറും തീറ്റയും കണ്ടുപിടിക്കണം. ആറ് തീറ്റയും കണ്ടുപിടിക്കണം. ആറ് കണ്ടുപിടിക്കാൻ ഇത് ഇപ്പോൾ എക്സ് വൈ എന്നല്ല തന്നിട്ടുണ്ട്. എക്സ് 3 വൈ 4. അതിവിടെ കൊടുത്തു വെച്ചാൽ മതി. റൂട്ട് ഓഫ് ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3 square plus 4 square. That's r is equal to root of 9 plus 16. That's equal to root of 25. R is equal to 5. Okay. ഇനി r is equal to 5 കിട്ടി. ഇനി നമുക്ക് തീറ്റ കണ്ടുപിടിക്കണം. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ബൈ എക്സ്. എന്താ വൈ? ടാൻ ഇൻവേഴ്സ് ഓഫ് 4/3. ദിസ് ഈസ് തീറ്റ. അപ്പോൾ ആറും കിട്ടി, തീറ്റയും കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 3, 4 എന്ന് പറയുന്ന എക്സ് വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആർ തീറ്റ. ആറും തീറ്റ എന്ന് പറഞ്ഞാൽ ആറ് എന്ന് പറഞ്ഞാൽ എന്താ? ആറ് എന്ന് പറഞ്ഞാൽ 5. 5 ഈക്വൽ ടു ആർ ഇസ് ഈക്വൽ ടു 5. തീറ്റ എന്താ? തീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടിയിരിക്കുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് 4/3. അവിടെ എഴുതി വെച്ചാൽ മതി. ടാൻ ഇൻവേഴ്സ് ഓഫ് 4/3. ഇപ്പോൾ ഇത് ആറാണ്, ഇത് തീറ്റയാണ്. ഇത് എക്സ് ആണ്, ഇത് വൈ. ഇത് എക്സ് വൈന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ആറും തീറ്റയും കണ്ടുപിടിച്ചു. അത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ. ഇനി നമുക്ക് വേണ്ടത് വേറെ ഒരു 1-2 പ്രോബ്ലം കൂടി ചെയ്യാം.
രണ്ടാമത്തെ -3 4. അപ്പോൾ നമുക്ക് കിട്ടും r = x² + y² r = -3² + 4². That's equal to √25. That's equal to 5. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? tan inverse of y/x. നിങ്ങൾ tan inverse of y/θ കണ്ടുപിടിക്കുമ്പോൾ ഓക്കെ tan inverse of y/x എന്ന് പറഞ്ഞാൽ 4/-3. അപ്പോൾ 6 കിട്ടി, തീറ്റ കിട്ടി. ഇപ്പോൾ നമുക്ക് 6 തീറ്റ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. 5 tan inverse of 4/-3 അല്ല -3/4 -4/3 അനി 20 എന്ന് പറഞ്ഞാൽ നമുക്ക് നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യുക. ഈ 20 ഒക്കെ തന്നു കഴിഞ്ഞാൽ ആംഗിൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 20 എന്ന് പറഞ്ഞ കോർഡിനേറ്റ്സ് എവിടെയാണ് ഉണ്ടാവുക? ഇവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇവിടുത്തേക്കുള്ള ദൂരം എത്രയാ? ഇത് എക്സ്, ഇത് വൈ അല്ലേ? r = √x² + y². ദാറ്റ്സ് ഈക്വൽ ടു r = -2 + 0². ദാറ്റ്സ് ഈക്വൽ ടു √4. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 2 ആണ്. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇത് എക്സ് ആക്സ് അല്ലേ? അപ്പോൾ ഈ റേ ഒ എന്ന് പറയുന്ന റേ എക്സ് ആക്സിന് തീരെ പൊന്തിയിട്ടില്ലല്ലോ. ഇത് ഇവിടെ തന്നെയല്ലേ നിൽക്കുന്നത്. ആംഗിൾ ഉണ്ടായിട്ടില്ല. ആംഗിൾ θ = 0 വരും. അത് നമുക്ക് ഇവിടെ തന്നെ കിട്ടും. എന്താ കിട്ടുക? θ = tan inverse of y/x അല്ലേ? y0 x 2 അല്ലേ? tan inverse of 0/2 എന്ന് പറഞ്ഞാൽ tan inverse of 0. അപ്പോൾ θ 0 ആണ്. അപ്പോൾ നമുക്ക് ആറും കിട്ടി, തീറ്റയും കിട്ടി. അവിടെ എഴുതി വെച്ചാൽ മതി. ഇനി നമുക്ക് വേറെ ക്വസ്റ്റ്യൻ ചെയ്യാം. വേറെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് 0 - 2. 0 - 2 r = √0² + -2². That's equal to 0 + 4 = 2. θ = tan inverse of y/x. tan inverse of y എത്രയാ? -2/0. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതിൻ്റെ ആംഗിൾ നമുക്ക് ഇപ്പം ഭയങ്കര tan inverse of ഇത് 2/0 അടിയിൽ വരുന്നില്ലേ? നിങ്ങൾ ആദ്യം ഇങ്ങനെ x വരയ്ക്കുക. എന്നിട്ട് ഈ 0 - 2 എവിടെ ഉള്ളത് നോക്കുക. 0 - 2 എന്നാണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ആംഗിൾ എത്രയാന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. ഒന്നുകിൽ 270 നോക്കുക, ഇത് 270, അല്ലെങ്കിൽ -90 എന്നൊക്കെയാണ്. -90. അപ്പോൾ θ = -5/2. ഇതാണ് തീറ്റ. ഇവിടെ നോക്കിയിട്ട് എഴുതാൻ പറ്റൂ. 0 - 2 അല്ല. അപ്പോൾ നമുക്ക് ആറും തീറ്റ എന്ന് പറഞ്ഞാൽ 6, 2 θ -5. ദിസ് ഈസ് ദ പോളാർ കോർഡിനേറ്റ്സ്. ഇനി വേറെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്. പോളാർ കോർഡിനേറ്റ്സ് തന്നു കഴിഞ്ഞാൽ പോളാർ കോർഡിനേറ്റ്സ് 2π/3 ആണ്. പോളാർ കോർഡിനേറ്റ്സ് തന്നാൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട സാധനം എക്സും വൈയും കണ്ടുപിടിക്കണം. എക്സും വൈയും കണ്ടുപിടിക്കാം. x = എന്താ? r cos θ. y = എന്താ? r sin θ. x = r എന്ന് പറഞ്ഞാൽ r 2 ആണ്. 2 cos θ. y = θ എന്നിരിക്കുന്നത് π/3. ഇവിടെ കൊടുക്കാം. y = 2 sin π/3. 2 cos π/3 എത്രയാ? ഈ ട്രയാങ്കിൾ ഓർമ്മിച്ചാൽ മതിയേ. 60, 30, √3, 1, 2. ഈ ട്രയാങ്കിൾ പഠിക്കണേ. cos 60 എന്ന് പറഞ്ഞാൽ 1/2 1 വരും. y എന്ന് പറഞ്ഞാൽ 2 sin 60 എത്രയാ? √3/2. x = 1 കിട്ടി, y = √3 കിട്ടി. x = 1 and y = √3. അപ്പോൾ ആ സാധനം കംപ്ലീറ്റ് ആയി. അതിന് വേറെ ക്വസ്റ്റ്യൻ ഇവിടെ ഇട്ടിട്ടുണ്ട് അവർ.
find the polar equation. Find the polar equation of the following: x square plus y square minus 2x equal 0. Let's see, x equal to r cos theta, y equal to r sin theta. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? r cos theta ഹോൾ സ്ക്വയർ പ്ലസ് r sin theta ഹോൾ സ്ക്വയർ. ഈ 2xന് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. 2 into r cos theta. ഇത് r square into cos square theta plus r square into sin square theta equal to 2r cos theta. ഇത് r square പുറത്തെടുത്താൽ cos square theta plus sin square theta equal to 2r cos theta. ഇത് 1 ആയി പോകും. അപ്പോൾ r square equal to 2r cos theta. r അപ്പുറത്തും ഇപ്പുറത്ത് ക്യാൻസൽ ചെയ്ത് r is equal to 2 cos theta. This is the answer. r is equal to 2 cos theta. നമുക്കിനി അടുത്ത ചെയ്യാൻ പോകേണ്ടത്, നമ്മളിനി അടുത്ത ചെയ്യാൻ പോകുന്നത് ടോട്ടൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന സംഭവം. ടോട്ടൽ ഡെറിവേറ്റീവ് എന്താ? ടോട്ടൽ ഡെറിവേറ്റീവ് നോക്കാം. ടോട്ടൽ ഡെറിവേറ്റീവിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ടോട്ടൽ ഇപ്പം ഞാനിപ്പോൾ ഒരു y is equal to x square. ഇപ്പോൾ ഇവിടെ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഈ വൈയും ഇവിടെ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ y ഉണ്ട്, ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്. y എക്സ് സ്ക്വയർ ആയിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് എടുക്കുക, നേരിട്ട്, വേറൊരു സാധനമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ dy/dx എടുക്കും. എന്താ എടുക്കുക? dy/dx. ഇപ്പോൾ y is equal to x square എന്നുള്ളത്. ഇനിയിപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. z is equal to x square plus y square. z is equal to x square plus y square ആണെങ്കിൽ z-ന് ആരുമായിട്ടുള്ള കണക്ഷൻ ഉണ്ട്? z-ന് 2 കണക്ഷൻസ് ഉണ്ട്. ഒന്ന് എക്സിൻ്റെ ടീമുകളായിട്ട് എക്സ് സ്ക്വയർ, പിന്നെ വൈൻ്റെ ഒരു കണക്ഷൻ. സെഡിന് എക്സിലേക്ക് കണക്ഷൻ ഉണ്ട്, സെഡിന് വൈയിലേക്ക് ഉണ്ട്. ഇത് രണ്ട് ബ്രിഡ്ജാന്ന് വിചാരിച്ചാൽ മതി. സെഡിന് ഏതിലേക്കാണ് ബ്രിഡ്ജ് ഉള്ളത്? എക്സിലേക്ക് ബ്രിഡ്ജ് ഉണ്ട്, വൈയിലേക്ക് ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡോ സെഡ് ബൈ ഡോ എക്സ് നടക്കും. ഇങ്ങനെ രണ്ട് ബ്രിഡ്ജുള്ളതുകൊണ്ട് ഒന്നിൽ കൂടുതൽ കണക്ഷൻസ് ഉണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതൽ പാത്ത് കണക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഡോ വെച്ചിട്ട് പകുതി, ഡോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പാർഷ്യൽ ഡിപെൻഡൻസ്, ഇതിനെ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഇങ്ങോട്ടേക്കുള്ള ഡയറക്ഷനിലുള്ള ഡെറിവേറ്റീവ് ഡോ സെറ്റ് ബൈ ഡോ. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ ഡയറക്ഷനിലെ റേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഈ ഡയറക്ഷനിലെ റേറ്റ് ആണ് നമുക്കിവിടെ ഒരു ബ്രിഡ്ജായിട്ട് കൺസിഡർ ചെയ്യാം, ഒരു പാത്ത്. അപ്പോൾ രണ്ട് കണക്ഷൻ, സെറ്റിൻ്റെ രണ്ട് കണക്ഷൻ, എക്സ് കണക്ഷനുണ്ട് വൈ കണക്ഷനുണ്ട്, പാർഷ്യലായിട്ട് ഡിഫറൻഷിയേറ്റ്, ഡോ സെറ്റ് ബൈ ഡോ എക്സ്, ഡോ സെറ്റ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞ് ഡിഫറൻഷിയേറ്റ്. ഓക്കെ, അപ്പോൾ ഒരു ഒറ്റ കണക്ഷൻ ആണെങ്കിൽ വൈ എന്ന് പറയുന്ന സാധനത്തിന് ഒരൊറ്റ എക്സ് ലിങ്ക് മാത്രമേ ഉള്ളെങ്കിൽ, ഒരൊറ്റ പാത്ത് മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ ഡയറക്റ്റ് dy/dx എഴുതാൻ പറ്റും. രണ്ട് കണക്ഷൻ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു വൈക്ക് സെറ്റുമായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ dy/dx ഇങ്ങനെ എഴുതാൻ പറ്റൂല കേട്ടോ. ഡോ y/ഡോ എക്സ് എഴുതും, അപ്പുറത്ത് ഡോ y/ഡോ സെറ്റ് എന്നത്, രണ്ട് കണക്ഷൻ വന്നാൽ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ സെറ്റാണെന്ന് വിചാരിക്കുക, സെറ്റിന് ഒറ്റ ലിങ്കാണ് ഉള്ളൂവെങ്കിൽ നമ്മൾ ഡോ സെറ്റ് ബൈ ഡോ എന്ന് അല്ല ഡി സെറ്റ് ബൈ ഡി എക്സ് എഴുതും, ഒറ്റ ലിങ്കാണെങ്കിൽ, ഡയറക്റ്റ് ലിങ്ക്. ഇനി അതേപോലെ സെറ്റിന് രണ്ട് ലിങ്ക്, ഒന്നിൽ കൂടുതൽ ലിങ്ക് ഉണ്ടെന്ന് വിചാരിക്കുക, എക്സ് ലിങ്ക്, വൈ ലിങ്ക്, സെറ്റ് ലിങ്ക് ഉണ്ടെങ്കിൽ ഈ ഡയറക്ഷനിലുള്ള സെറ്റിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡോ സെറ്റ് ബൈ ഡോ എക്സ്, ഈ ഡയറക്ഷനിൽ സെറ്റിൻ്റെ ഡെറിവേറ്റീവ് ഡോ സെറ്റ് ബൈ ഡോ വൈ, ഈ ഡയറക്ഷൻ്റെ ഡെറിവേറ്റീവ് ഡോ സെറ്റ് ബൈ ഡോ സെറ്റ്. പാർഷ്യലായിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും. അത് മാത്രമേ ജസ്റ്റ് ഓർമ്മിക്കേണ്ടതുള്ളൂ. ഓക്കെ, ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ടോട്ടൽ ഡെറിവേറ്റീവിലുള്ള ചെയിൻ റൂൾസിനെ കുറിച്ചാണ് പറയുന്നത്. ടോട്ടൽ ഡെറിവേറ്റീവിലെ ചെയിൻ റൂൾസ് എന്താണ്? ചെയിൻ റൂൾസ് നോക്കാം. ചെയിൻ റൂൾ,
നോക്കുക. ഇപ്പോൾ യു എന്ന് പറയുന്ന സാധനം ഫങ്ഷൻ ഓഫ് എക്സ് വൈ ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ എക്സ് ആൻഡ് വൈ ആർ ഫങ്ഷൻസ് ഓഫ് തേർഡ് വേരിയബിൾ എക്സ് ആൻഡ് ടി. എക്സും വൈയും ആരുടെ ഫങ്ഷനാണ്? എക്സ് ഈസ് ഈക്വൽ ടു സം ഫങ്ഷൻ ഓഫ് ടി, വൈ ഈസ് ഈക്വൽ ടു സം ഫങ്ഷൻ ഓഫ് ടി. അപ്പം നിങ്ങൾ ഇതിനെ ജസ്റ്റ് ഒന്ന് ഒരു ഡയഗ്രാം പോലെ വരച്ചാൽ മതി. ആദ്യം നമുക്ക് സാധനം യു എന്ന് പറയുന്ന സാധനം, യു ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? എക്സും വൈ ആയിട്ട്. അപ്പോൾ യുവിന് രണ്ട് കണക്ഷനാണ്, രണ്ട് പാത്ത്, ഒരു എക്സ് പാത്ത് ഒരു വൈ പാത്ത്, ഒരു എക്സ് പാത്ത് ഒരു വൈ പാത്ത്. ഇനി പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് എക്സ് വൈ ആരുമായിട്ട് കണക്ഷൻ ഉണ്ട്? ടി ആയിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പോൾ എക്സിന് ഇവിടെ ഒരു ടി പാത്ത് ഉണ്ട്, എക്സിന് ഇവിടെ ഒരു ടി പാത്ത്, വൈക്കും ഒരു ടി പാത്ത് ഉണ്ട്. അപ്പോൾ യു എക്സ് വരെ കാണിച്ചിരിക്കുക. യുന്ന് എക്സിലേക്ക് ഒരു ബ്രിഡ്ജ് ഉണ്ട്, എക്സിന്ന് ടിയിലേക്ക് ഒരു ബ്രിഡ്ജ് ഉണ്ട്, യുന്ന് വൈയിലേക്ക് ഒരു ബ്രിഡ്ജ് ഉണ്ട്, വൈന്ന് ടിയിലേക്ക് ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ മൊത്തം ഡോ യു ബൈ നമുക്ക് ഡി യു ബൈ ഡി ടി കാണുമെന്ന് വെച്ചാൽ, അതായത് യുവിന് എക്സ് ആയിട്ട് ബന്ധം, എക്സിന് ടി ആയിട്ട് ബന്ധം. അപ്പോൾ നമുക്ക് ഏടുന്ന് മുതൽ ഏടത്തം വരെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. യുവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ടിയിൽ അവസാനിപ്പിക്കുന്ന ഒരു ഡിഫറൻസിയേഷൻ വേണം. അതുപോലെ അത് ഈ ഡയറക്ഷനിൽ വേണോ ഈ ഡയറക്ഷനിൽ വേണം. യുന്ന് സ്റ്റാർട്ട് ചെയ്ത് ടിയിൽ അവസാനിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം യുന്ന് തുടങ്ങുക. യുന്ന് തുടങ്ങുമ്പോൾ ഈ ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇവിടെ ഡോ യു ബൈ ഡോ എക്സ് നൽകും. യുന്ന് ഇവിടത്തേക്ക് എത്തി ഡോ യു ബൈ ഡോ എക്സ് ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ. പിന്നെ ഈ പാത്ത് ഇവിടെ എക്സ് അല്ലേ ഉള്ളത്, എക്സ്ന്ന് ടിയിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ ഈ എക്സ് എന്ന് പറഞ്ഞ സാധനത്തിന് എന്താക്കണം? എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ ടി, ഇത് ടി ബ്രിഡ്ജാണ്, ടിയിലേക്ക് പോകുന്ന ബ്രിഡ്ജാണ്. അതുകൊണ്ട് നമ്മളതിന് ഡോ എക്സ് ബൈ ഡോ ടിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഇത് യുന്ന് എക്സിലേക്ക് പോകുന്ന ബ്രിഡ്ജ് ആയതുകൊണ്ട് യുവിന് എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. എക്സിന് ടിയിലേക്ക് പോകുന്ന ബ്രിഡ്ജ് ആയതുകൊണ്ട് എക്സിനെ കൊണ്ട് ടീനെ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഇവിടുന്ന് യുന്ന് വൈയിലേക്ക് പോകുന്ന ബ്രിഡ്ജ് ആയതുകൊണ്ട് യുവിനെ വൈ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഇത് വൈന്ന് ടിയിലേക്ക് പോകുന്ന ബ്രിഡ്ജ് ആയതുകൊണ്ട് വൈനെ ടി കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ ബ്രിഡ്ജ് പ്ലസ് ഈ ബ്രിഡ്ജ് നമ്മൾ എടുക്കണം. എന്തൊക്കെയാ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ എക്സിന്ന് ടിയിലേക്കുള്ള ബ്രിഡ്ജ്, എക്സ് കഴിഞ്ഞാൽ ടി മാത്രമേ അല്ലേ ഒരു ഒറ്റ കണക്ഷൻ ഉള്ളൂ, ഒറ്റ പാലാണുള്ളൂ, ഒരു ഒറ്റ പാലം മാത്രമേ ഉള്ളെങ്കിൽ ഇവിടെ യുന്ന് നോക്കുമ്പോൾ യുന്ന് എക്സിലേക്ക് പാത്തിട്ട് എക്സിന് പിന്നെ അങ്ങോട്ട് അപ്പുറത്ത് വേറെ ബ്രിഡ്ജ് ഉണ്ട്. അന്നേരം നമ്മൾ ഡോ യു ബൈ ഡോ എക്സ് ആണ്. ഇവിടെ യുന്ന് വൈയിലേക്ക് ഒരു പാലുണ്ട്, വൈന്ന് പിന്നെ അപ്പുറത്ത് പാലുണ്ട്, അതുകൊണ്ട് ഡോ യു ബൈ ഡോ വൈ. പക്ഷേ എക്സ് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചോളെ, എക്സ് കഴിഞ്ഞാൽ ഒറ്റ ടിയിലേക്കുള്ള ഒറ്റ പാലാണുള്ളൂ, വേറെ ഒരു പാലം ഇല്ല, അപ്പുറത്തുള്ള പാലോ ഇവിടെ ഒന്നും പാലില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഡോ എക്സ് ബൈ ഡോ ടീന് വേറെ എക്സിന് ഡയറക്റ്റ് ടി ആയിട്ട് മാത്രമേ ബന്ധമുള്ളൂ. അപ്പോൾ ഡോ മാറ്റിയിട്ട് ഇവിടെ എന്ത് ചെയ്താൽ ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതാം. ഡയറക്റ്റ് ഒറ്റ പാത്താളൂ. അപ്പോൾ ഇവിടെ ഡോ എക്സ് ബൈ ഡോ ടി എഴുതേണ്ട ആവശ്യമില്ല, എന്ത് എഴുതിയാൽ മതി? ഡി എക്സ് ബൈ ഡി ടി. അപ്പോൾ ഇവിടുന്ന് വൈന്ന് ടിയിലേക്ക് ഒറ്റ പാത്താളൂ, അപ്പോൾ വേറെ പാലമൊന്നും അപ്പുറത്തൊന്നുമില്ല. അതുകൊണ്ട് വൈന്ന് ടിയിലേക്ക് ഒറ്റ ഒരു ബ്രിഡ്ജാണുള്ളൂ. അതുകൊണ്ട് ഡോ വൈ ബൈ ഡോ ടീന് പറയും ഡി വൈ ബൈ ഡി ടി എന്ന് എഴുതാം. ഒരു സിംഗിൾ പാത്താണ്, സിംഗിൾ പാത്ത്. ഓക്കെ, അപ്പുറത്ത് വേറെ പാത്തൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഇനി നമ്മൾ നമുക്ക് യുന്ന് ടിയിലേക്കുള്ള ഇവിടുന്ന് ഇവിടത്തേക്കുള്ള അതും ഇവിടുന്ന് ഇവിടത്തേക്കുള്ള അതും സമ്മ് ചെയ്താൽ മതി. ഈ എന്താ പറയുക, ഈ ഒരു എന്താ പറയുക ബ്രാഞ്ച്, ഈ ഒരു ബ്രാഞ്ച് പ്ലസ് ഈ ഒരു ബ്രാഞ്ച് ആഡ് ചെയ്താൽ മതി. ഈ ഒരു ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ ഇത് ഗുണിക്കണം ഇത്, അതാണ് ഫസ്റ്റ് ബ്രാഞ്ച്. ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ആ ബ്രാഞ്ച് കംപ്ലീറ്റ് ആയി. ഈ ബ്രാഞ്ച് കംപ്ലീറ്റ് എടുത്ത് പ്ലസ് ഈ ബ്രാഞ്ച് ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി. അങ്ങനെയാണ് നമ്മൾ യുവിനെ ടിയിൽ വരെ എത്തിക്കുക. അതായത് യുവിനെ നമ്മൾ എടുത്ത് വരെ എത്തിക്കണം, ഡിഫറൻഷ്യേറ്റ് ടി വരെ എത്തിക്കണം. യുവിനെ നമ്മൾ ടി വരെ എത്തിക്കണമെങ്കിൽ ഒന്നുകിൽ ഈ ബ്രാഞ്ച് പ്ലസ് ഈ ബ്രാഞ്ച് ഇങ്ങനെ ചെയ്യുക. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചെയിൻ റൂൾ. ഇനി വേറെ ഒരു സാധനം എഴുതി നോക്കിക്കോളെ നിങ്ങൾ. വേറെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ രണ്ടാമത്തെ നോട്ട് ബുക്കിൽ തന്നിരിക്കുന്ന ഒരു സാധനം 2. യു ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് വൈ സെഡ് ടി. എക്സ് ഒരു ഫങ്ഷൻ ഓഫ് ടി ആണ്, വൈ ഒരു ഫങ്ഷൻ ഓഫ് ടി ആണ്, സെഡ് ഒരു ഫങ്ഷൻ ഓഫ് ടി ആണ്. ഈ ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം യു വരയ്ക്കുക. യുവിന് ആരുമായിട്ടൊക്കെ ബന്ധമുള്ള യു ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് വൈ സെഡ്.
3 ബ്രാഞ്ച് വരക്കണം. 1 2 എക്സ് ബ്രിഡ്ജ്, വൈ ബ്രിഡ്ജ്, സെറ്റ് ബ്രിഡ്ജ്. ഇനി എക്സും വൈക്കും ടിക്കും ആരായിട്ട് ബന്ധമുണ്ട്? എക്സും വൈക്കും ടിക്കും ആരായിട്ട് ബന്ധമുണ്ട്? ടി ആയിട്ട് ബന്ധമുണ്ട്. അപ്പം നമ്മൾ യുന്ന് ടിയിലേക്കുള്ള ആ പാത്ത് ഏതൊക്കെ എടുക്കണോ? യുന്ന് എക്സിലേക്ക് പോകുന്ന പാത്തിൻ്റെ ബ്രിഡ്ജ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക ഡോ യു ബൈ ഡോ എക്സ്. എക്സിന് ടിയിലേക്കുള്ളത് ഡോ എക്സ് ബൈ ഡോ ടി എന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. യുന്ന് വൈയിലേക്കുള്ളത് ഡോ യു ബൈ ഡോ വൈ. വൈന്ന് ടിയിലേക്കുള്ളത് ഡോ വൈ ബൈ ഡോ ടി. യുന്ന് സെറ്റിലേക്കുള്ളത് ഡോ യു ബൈ ഡോ സെറ്റ്. സെറ്റിന്ന് ടിയിലേക്കുള്ള ഡോ സെറ്റ് ബൈ ഡോ ടി. ഇനി ഡി യു ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വേണോ? ഈ ഒരു എന്താ പറയുക, ഈ ഒരു ബ്രാഞ്ച് കൂട്ടണം, ഈ ഒരു ബ്രാഞ്ച് കൂട്ടണം, ഈ ഒരു ബ്രാഞ്ച്. അപ്പോൾ എന്തൊക്കെയാ? ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ടി. സോറി, ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഇനി ഇപ്പുറത്തില്ലല്ലോ, ഡി എഴുതാം. അപ്പുറത്തെ അവസാനത്തെ സ്റ്റെപ്പിൽ ഒറ്റ സിംഗിൾ പാത്തല്ലേ ഉള്ളൂ, ഇനി അപ്പുറത്ത് പാലൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഡി എന്ന് എഴുതാം കേട്ടാ. ഡി എക്സ് ബൈ ഡി ടി ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി പ്ലസ് ഡോ യു ബൈ ഡോ സെറ്റ് ഇൻറ്റു ഡി സെറ്റ് ബൈ ഇങ്ങനെ പ്ലസ് എന്നിട്ട് ഇത് ഫസ്റ്റ് ബ്രാഞ്ച്, സെക്കൻഡ് ബ്രാഞ്ച്, തേർഡ് ബ്രാഞ്ച്. ഓക്കെ. ഇനി നമുക്ക് വേറെ ഒരു സാധനം പറഞ്ഞിരിക്കുന്നത് യു ഈസ് ഈക്വൽ ടു ഫങ്ഷൻ ഓഫ് എക്സ് വൈ. And y is a function of x. ഇങ്ങനെയുള്ളത്. അപ്പോൾ യുവിന് എക്സും വൈ ആയിട്ട് കണക്ഷൻ ഉണ്ട്, വൈക്ക് പിന്നെ എക്സ് ആയിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ കണക്ഷൻ ഇങ്ങനെ ഉണ്ടാക്കണം. ഇത് യു ആണ്, യുവിന് ആരുമായിട്ടൊക്കെ കണക്ഷൻ എക്സ് ആയിട്ട് കണക്ഷൻ, എക്സ് ലിങ്ക്, വൈ ലിങ്ക്. വൈക്ക് പിന്നെ ആരുമായിട്ട് ലിങ്ക് ഉണ്ട്? എക്സുമായിട്ട് ലിങ്ക് ഉണ്ട്. ഇങ്ങനെ അങ്ങ് ജസ്റ്റ് ഒരു ഡയഗ്രം ഉണ്ടാക്കിയാൽ മതി. ഇനി ഈ പാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഡോ യു, ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഡോ യു ബൈ ഡോ എക്സ്ന്നോ അല്ലെ ഡി യു ബൈ ഡി എക്സ് എഴുതിയാൽ കുഴപ്പമില്ല. ഡോ യു ബൈ ഡി യു ബൈ ഡി എക്സ് എഴുതാൻ പറ്റില്ല, കാരണം ഇവിടെ രണ്ട് പാത്ത് ഉണ്ട്. ഇവിടെ ഇങ്ങോട്ടൊരു പാത്ത്, ഇങ്ങോട്ടൊരു പാത്തില്ലേ. അതുകൊണ്ട് ഈ പാത്ത് ഡോ യു ബൈ ഡോ എക്സ്. ഇവിടെ യുന്ന് വൈയിലേക്കുള്ള പാത്ത് ഡോ യു ബൈ ഡോ വൈ. വൈന്ന് എക്സിലേക്കുള്ള പാത്തിന് നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് നോക്കാം. കാരണം ഇവിടെ വേറെ പാത്ത് ഇനി ബ്രിഡ്ജൊന്നും ഇല്ല ഇപ്പുറത്ത്. ഇവിടുന്ന് വൈ കഴിഞ്ഞാൽ ഇപ്പുറത്ത് വേറെ ബ്രിഡ്ജൊന്നും ഇല്ലല്ലോ, ഒറ്റ സിംഗിൾ ബ്രിഡ്ജ് ആണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ്. പക്ഷേ ഇവിടെ ഒരിക്കലും എഴുതാൻ പറ്റില്ല, കാരണം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ബ്രിഡ്ജ് ഉണ്ട്, ഇങ്ങോട്ടൊരു ബ്രിഡ്ജ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഡോ വെച്ചിട്ട് തന്നെ കളിക്കണം. അപ്പോൾ ഈ പാത്ത്, ഈ ബ്രാഞ്ച് പ്ലസ് ഈ ബ്രാഞ്ച്, ഇതാണ് എങ്ങനെ എപ്പോഴും യു ഫംഗ്ഷൻ ഓഫ് എക്സ് വൈയും വൈ ഫംഗ്ഷൻ ഓഫ് എക്സ് ആകും. അപ്പോൾ ഡയഗ്രാം വരച്ചിട്ട് നമുക്ക് ഡോ യു ബൈ ഡോ എക്സ് ഡി യു ബൈ ഡി എക്സ് ആണ് കാണുന്നത്. ഡി യു ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡി യു ബൈ ഡി എക്സ് ആണ് ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ഡി യു ബൈ ഡി വൈ ബൈ ഡി എക്സ്. ഇതാണ് സംഭവം. ഇവിടെ വേറെ ബ്രിഡ്ജിൽ നിന്നുള്ള ഡയറക്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക, ഡി എന്ന് പറഞ്ഞെടുക്കാം. ഓക്കെ, ഡോ വേണ്ട ആവശ്യമില്ല. ഇനി ചിലപ്പോൾ നമുക്ക് യു ഈസിക്കൽ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ തന്നിട്ടില്ലേ, അതിൽ ചിലപ്പോൾ ചില സമയത്ത് അവർ 0 എന്ന് പറഞ്ഞു തരും. യു സമം 0 എന്ന് തരും. യു സമം 0 എന്ന് പറയുന്ന സാധനം തരും. അന്നേരം യു സമം 0 ആണെങ്കിൽ നമുക്ക് ഈ സാധനം എന്തായി പോകും? യു സമം 0 ആണെങ്കിൽ ഡി യു ബൈ ഡി എക്സ് 0 ആയി പോകില്ലേ? യു ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0.
യു സമ 0 ആണെങ്കിൽ ഡി യു ബൈ ഡി എക്സ്. ഇവിടെ നമ്മൾ സംഭവം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് യു സമ നമുക്ക് 0 തന്നിട്ടുണ്ടെങ്കിൽ യു സമം 0 തന്നു കഴിഞ്ഞാൽ ടോട്ടൽ ഡെറിവേറ്റീവ് ഡി യു ബൈ ഡി എക്സ് ടോട്ടൽ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ഇതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് അപ്പോൾ ഇവിടെ ഈ സാധനം ബാക്കിയുണ്ടാവും. ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഇതിങ്ങനെ എഴുതുക. ഒരു ചെറിയ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യേണ്ടിയിട്ടാണ്, ശ്രദ്ധിക്കണേ. ഇപ്പോൾ നമുക്ക് കിട്ടും ഇതിനാ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ മൈനസ് ഡോ യു ബൈ ഡോ എക്സ്, അപ്പുറത്ത് ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. അപ്പോൾ നമുക്ക് ഇതിന് താഴോട്ട് കൊണ്ടുവന്നാൽ മൈനസ് ഡോ യു ബൈ ഡോ എക്സ് ഡിവൈഡഡ് ബൈ ഡോ യു ബൈ ഡോ വൈ ഈസ് ഈക്വൽ ഡി വൈ ഈക്വൽ ഡി വൈ ഡി എക്സ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാലേ നമ്മൾ നേരത്തെ എടുത്തിരിക്കുന്ന സാധനത്തിൽ യു എന്ന് പറഞ്ഞാൽ എഫ് അല്ലേ, യു ഈസ് ഈക്വൽ ടു എഫ് അല്ലേ. അപ്പോൾ യുവിന് പകരം നമുക്ക് എന്തും കൊടുക്കാം, യുവിന് പകരം ഇവിടെ എഫ് എന്ന് കൊടുക്കാം. അപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറയുന്ന പകരം എന്ത് പറയുക, മൈനസ് ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞൂടെ, ഡിവൈഡ് ബൈ ഇതിന് പകരം എന്ത് പറയുക, ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞൂടെ. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ മൈനസ് ഡോ യു ബൈ ഡോ എക്സ് ഡിവൈഡ് ബൈ ഡോ യു ബൈ ഡോ വൈ, അല്ലെങ്കിൽ മൈനസ് ഡോ എഫ് ബൈ ഡോ എക്സ് ഡിവൈഡ് ബൈ. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാൻ എളുപ്പം. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ യു ഈസ് ഈക്വൽ ടു ഒരു എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു 0 തന്നാൽ നിങ്ങൾ എന്ത് കണ്ടാൽ മതി, ഡി വൈ ടോട്ടൽ ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാൻ, ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാൻ മൈനസ് ഡോ എഫ് എക്സ് ഡിവൈഡ് ബൈ ഡോ എഫ് ബൈ ഡോ വൈ, അല്ലെങ്കിൽ മൈനസ് ഡോ യു ബൈ ഡോ എക്സ് ബൈ ഒന്നുകിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കുക, അല്ലെങ്കിൽ രണ്ട് സെയിം ആണ്. ഒന്ന് യു എഫ് എന്നുള്ള വ്യത്യാസം, പേരൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു റിലേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. ഓക്കെ, ഡി വൈ ഡി എക്സ് കാണുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻസ് ഇവിടെ ചെയ്യാം, ക്വസ്റ്റ്യൻ ചെയ്യാം. എന്താ നമുക്കറിയാലോ, ഡി വൈ ബൈ ഡി എക്സ് ഒന്നും കൂടി ഞാൻ എഴുതാം. ഡി വൈ ബൈ ഡി എക്സ് എന്താ, മൈനസ് എഫ് എക്സ് ബൈ എഫ് വൈ, അല്ലെങ്കിൽ മൈനസ് യു എക്സ് ബൈ യു വൈ. ഇതാണ് ഡെറിവേറ്റീവ് കാണാനുള്ള ഫോർമുല. എപ്പോഴാണ് യു ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു 0 ഇങ്ങനെ തന്നാൽ മാത്രമാണ് ഈ ഡി വൈ ഡി എക്സ് ഇങ്ങനെ എഴുതാൻ പറ്റും, ഡയറക്റ്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ, നമുക്കൊരു ചോദ്യം, നമുക്കൊരു എ എക്സ് സ്ക്വയർ പ്ലസ് 2hxy പ്ലസ് ബി വൈ സ്ക്വയർ ഈക്വൽ 0. ഇതൊരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ അല്ലേ, ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു 0 ടൈപ്പ് അല്ല. ഇവിടെ ഒന്നുമില്ല, എക്സും വൈ അടങ്ങിയിരിക്കുന്ന ഫംഗ്ഷൻ സമം 0, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് പറയുക, ഇതിനെ ഒന്നുകിൽ എഫ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഇതിനെ യു എന്ന് വിളിക്കുക. അപ്പോൾ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കാണാൻ വേണ്ടി പറഞ്ഞു, ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ്, ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ്. നമുക്ക് ഫോർമുല ഉണ്ട്, ഡി വൈ ബൈ ഡി എക്സ് എന്താ, ഡി വൈ ബൈ ഡി എക്സ് ആണ് നെഗറ്റീവ് ഓഫ് എഫ് എക്സ് ബൈ എഫ് വൈ. എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, എഫ് എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡോ എഫ് ബൈ ഡോ എക്സ് ആണ്, എഫ് ഐ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, ഡോ എഫ് ബൈ ഡോ വൈ. ഓക്കെ, അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് എഫ് എക്സ്. എഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ ഫംഗ്ഷൻ നമ്മൾ എക്സിൽ ഡിഫറൻഷ്യേറ്റ് 2ax പ്ലസ് 2hy വരും. 2ax പ്ലസ് 2hy വിത്ത് റെസ്പെക്ട് ടു എക്സിൽ മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അന്നേരം y എല്ലാം കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ 2ax വരും, ഇവിടെ 2hy വരും, ഇവിടെ ഇത് 0 ആയി പോകും. y കോൺസ്റ്റൻ്റ് അല്ലേ. ഡിവൈഡ് ബൈ fy എന്ന് പറഞ്ഞാൽ എന്താ, ഇതിനെ പാർഷ്യലി y ചെയ്യുക. y ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഇത് 0 ആയി പോകും. ഇവിടെ 2hx വരും, ഇവിടെ 2by വരും. 2hx പ്ലസ് 2by. ഇതാണ് dy/dx ആൻസർ. 2 നമുക്ക് പുറത്ത് കോമൺ ആയിട്ട് പുറത്തെടുത്ത് വെട്ടിക്കളയാം. ഓക്കെ, dy/dx ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ് കാണാൻ പറ്റും. ഇതൊരു ഫോർമുലയാണ്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ അവർ പറയുന്നത്, അടുത്തൊരു ചോദ്യം. x raised to y plus y raised to x is equal to c. Find dy/dx. X raised to y plus y raised to x is equal to c. Find dy/dx. അങ്ങനെയാണ് dy/dxന്റെ ഫോർമുല എന്താ? dy/dxന്റെ ഫോർമുല dy/dx equal to negative of fx by fy. ഈ സാധനത്തിന് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ x raised to y plus y raised to x equal to 0 ഞാൻ ഇങ്ങനെ എഴുതുന്നു. x raised to y plus y raised to x minus c equal to 0. ഈ സാധനത്തിന് എന്ത് വിളിക്കുന്നത് ഞാൻ? ഫങ്ഷൻ ഓഫ് എക്സ് വൈ. അപ്പോൾ എൻ്റെ ഫങ്ഷൻ ഓഫ് എക്സ് വൈ എന്താണെന്ന് നോക്കിക്കോളെ. ഫങ്ഷൻ ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു വൈ പ്ലസ് വൈ റേസ് ടു എക്സ് മൈനസ് സി ഈക്വൽ ടു 0. ഇതാണ് എൻ്റെ ഫങ്ഷൻ ഓഫ് എക്സ് വൈ. ഇതിൽ എഫ് എക്സും കാണണം, എഫ് വൈയും കാണണം. നിങ്ങൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട 2 പോയിൻറ്റ്സുകൾ, നമ്മൾ പാർഷ്യലായിട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ എഫ് എക്സ് കണ്ടുപിടിക്കാം. എഫ് എക്സ് ഇത് സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ സെയിം ആണ്, എഫ് ആണ് ഉദ്ദേശിക്കുന്നത്. എഫ് എക്സ് ആണ് ഇതിൻ്റെ പാർഷ്യലി എക്സിൽ ചെയ്യുക. എക്സ് ചെയ്യുമ്പോൾ ഇവിടെ y ഇൻറ്റു എക്സ് റേസ് ടു വൈ മൈനസ് 1 വരും. പാർഷ്യലി ഇവിടെ ചെയ്യുമ്പോൾ ഇത് 0 ആയി പോകും, ഇത് 0 ആയി പോകും. അല്ല, ഇവിടെ വേരിയബിൾ എക്സ് ഉണ്ടല്ലോ. അന്നേരം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങൾ 2 ഫോർമുല പഠിക്കാനുണ്ട്. ഒന്നാമതൊരു ഫോർമുല എന്ന് പറഞ്ഞാൽ d/dx ഓഫ് എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താ? n ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. d/dx ഓഫ് എക്സ് റേസ് ടു എന്ന് പറഞ്ഞാൽ n ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. ഇനി വേറൊരു ഫോർമുല d/dx ഓഫ് എ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? d/dx എ റേസ് ടു എക്സ്, എക്സിലാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുക എ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് d/dx ഓഫ് എ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ്. അപ്പോൾ d/dx ഓഫ് എക്സ് റേസ് ടു എന്ന് പറഞ്ഞാൽ n ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. d/dx ഓഫ് എ റേസ് ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ്. ഈ 2 ഫോർമുലാസ് നമ്മൾ മനസ്സിൽ വേണം. ഇവിടെ d/dx ഓഫ് ഈ വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ എക്സ് റേസ് ടു എൻ ആണ്, അപ്പോൾ n ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. എക്സ് ചെയ്യുമ്പോൾ പവർ എക്സ് ആയിട്ടുള്ളത്, അപ്പോൾ എ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് ഒരു തവണ പേ. അത് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ഇനി നമ്മളെന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളെ ഇതിലേക്ക് വരിക. നമുക്കിവിടെ ഫങ്ഷൻ ഓഫ് എക്സ് വൈ ഇസിക്കൽ എക്സ് റേസ് ടു വൈ പ്ലസ് വൈ റേസ് ടു എക്സ് മൈനസ് സി അല്ലേ ഉള്ളത്. അപ്പോൾ ഞാൻ ആദ്യം ഈ സാധനത്തിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യും. അതിന് ഡെറിവേറ്റീവ് എന്താണ്? എഫ് എക്സ്. ഇതിന് ഡിഫറൻഷ്യേറ്റ് എന്ത് വരും? വൈ ഇൻറ്റു എക്സ് റേസ് ടു വൈ മൈനസ്. ഇതാണ് ഇതിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കിട്ടുക. ഇനി ഓക്കെ, ഡെറിവേറ്റീവ് എടുക്കുക. ഇങ്ങനെ എഴുതാം. d/dx ഓഫ് എക്സ് റേസ് ടു വൈ ആണ് എന്ന് പറഞ്ഞാൽ വൈ ഇൻറ്റു എക്സ് റേസ് ടു വൈ മൈനസ്.
ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് എഴുതി. വൈ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് നോക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് വൈ റേസ് ടു എക്സ്. വൈ റേസ് ടു ഞാൻ ഡി ബൈ ഡി എക്സ് എഴുതുന്നില്ലേ, ഇത് ഇവിടെ കുഴപ്പമില്ല. ഡി ബൈ ഡി എക്സ് എഴുതിയാൽ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ഡോ വൈ ബൈ ഡോ എക്സ് അല്ലെ ഡി ബൈ ഡി എക്സ് ആയിരിക്കും, കുഴപ്പമില്ല. ഡി ബൈ ഡി എക്സ് ഓഫ് വൈ റേസ് ടു എക്സ്. ഇവിടെ എക്സിലാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്, എക്സ് പവറിലുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് വൈ. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇതാണ്, ഈ സാധനത്തിൻ്റെ ഡെറിവേറ്റീവ് ഈ കാണുന്നതാണ്. അപ്പോൾ നമുക്ക് രണ്ടും കൂടി മിക്സ് ചെയ്താൽ മിക്സ് ചെയ്ത് എഴുതുമ്പോൾ ഫങ്ഷൻ ഓഫ് എക്സ് കോമ വൈ ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു വൈ പ്ലസ് വൈ റേസ് ടു എക്സ് മൈനസ് സി ഈക്വൽ ടു 0 ആണെങ്കിൽ ഇതിൻ്റെ എഫ് എക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡെറിവേറ്റീവ് വൈ ഇൻറ്റു എക്സ് റേസ് ടു വൈ മൈനസ് 1, ഇതിൻ്റെ ഡെറിവേറ്റീവ് വൈ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് വൈ, ഇതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ഇതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ഇനി എഫ് വൈ കണ്ടുപിടിക്കാം. ഇതേപോലെ നമുക്ക് എഫ് വൈ കണ്ടുപിടിക്കാം. ഈ സാധനത്തിന് ഞാൻ എന്ത് ചെയ്യുന്നു, എഫ് വൈ ചെയ്യുന്നു. വൈ ചെയ്യുമ്പോൾ നമ്മൾ ഇത് എന്താകും, വൈ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ്. എഫ് വൈ ചെയ്യുമ്പോൾ ഈ സാധനത്തിൻ്റെ ഡെറിവേറ്റീവ് എക്സ് ഇൻറ്റു വൈ റേസ് ടു എക്സ് മൈനസ് 1. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താകും, വൈ ചെയ്യുമ്പോൾ എക്സ് റേസ് ടു വൈ ഇൻറ്റു ലോഗ് എക്സ് എന്നാവും. അപ്പോൾ എക്സിൻ്റെ നമുക്ക് എഴുതാം എക്സ് റേസ് ടു വൈ ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് എക്സ് ഇൻറ്റു വൈ റേസ് ടു എക്സ് മൈനസ് 1, എക്സ് ഇൻറ്റു വൈ റേസ് ടു എക്സ് മൈനസ് 1. നമുക്കെന്താ വേണ്ടേ ഇനി, ഡി വൈ ബൈ ഡി എക്സ്. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഓഫ് എഫ് എക്സ് ബൈ എഫ് വൈ. നെഗറ്റീവ് എഫ് എക്സ് തരിക വൈ ഇൻറ്റു എക്സ് റേസ് ടു വൈ മൈനസ് 1 വൈ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് വൈ ബൈ എക്സ് റേസ് ടു വൈ ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് എക്സ് ഇൻറ്റു വൈ റേസ് ടു എക്സ് മൈനസ് 1. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ഓക്കെ, അത് നമുക്ക് അടുത്ത വേറെ കുറച്ച് ടോട്ടൽ ഡെറിവേറ്റീവിൻ്റെ ഒക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ്. നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, യു ഈസ് ഈക്വൽ ടു ഫങ്ഷൻ ഓഫ് എക്സ് മൈനസ് വൈ, വൈ മൈനസ് സെഡ്, സെഡ് മൈനസ് എക്സ്. യു ഈസ് എ ഫങ്ഷൻ ഓഫ് ഇതാണ്. പ്രൂവ് ദാറ്റ് ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡോ യു ബൈ ഡോ സെഡ് ഈക്വൽ ടു 0. ഇത് പ്രൂവ് ചെയ്യണം. എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റുക, യു ഈസ് എ ഫങ്ഷൻ ഓഫ് ഇതാണ് എക്സ് മൈനസ് വൈ, വൈ മൈനസ് സെഡ്, സെഡ് മൈനസ് എക്സ്. ഇനി വേറെ, അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഞാൻ ഇതിനെ യു ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് വൈ സെഡ്, ഞാൻ യു ഈസ് എ ഫങ്ഷൻ ഓഫ് ഇതിനെ ആർ എന്ന് പേര് കൊടുക്കും, ഇതിനെ എസ് എന്ന് പേര് കൊടുക്കും, ടി എന്ന് കൊടുക്കും. യു ഈസ് എ ഫങ്ഷൻ ഓഫ് ആർ എസ് ടി. അപ്പോൾ ആർ എന്ന് പറഞ്ഞ ഫങ്ഷൻ ആരുടെ പേരില്ല, ആർ ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. ആർ ഈസ് എ ഫങ്ഷൻ ഓഫ് എന്താണ്, എക്സും വൈയും. എസ് ഈസ് എ ഫങ്ഷൻ ഓഫ് എന്തൊക്കെയാണ്, എസ് ഈസ് എ ഫങ്ഷൻ ഓഫ് വൈ ആൻഡ് സെഡ്. ടി ഈസ് എ ഫങ്ഷൻ ഓഫ് എന്താ, ടി ഈസ് എ ഫങ്ഷൻ ഓഫ് സെഡ് ആൻഡ് ടി ഈസ് എ ഫങ്ഷൻ ഓഫ് സെഡ് എക്സ് ആൻഡ് സെഡ്. ടി ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് ആൻഡ് സെഡ്. അപ്പോൾ നമുക്ക് യു ഈസ് എ ഫങ്ഷൻ ഓഫ് ആർ എസ് ടി, ആർ ഈസ് എ ഫങ്ഷൻ ഓഫ് യഥാർത്ഥത്തിൽ എക്സ് വൈ സെഡ് അങ്ങനെ കളിക്കുന്നില്ലേ. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ആറും എസും ടിയും ആരുടെ ഫങ്ഷൻസ് ആണ്, ആറ് എസും ടിയും ശരിക്കും യഥാർത്ഥ ടീൻ്റെ ഫങ്ഷനാണ്. പക്ഷെ ഇവിടെ ടി ഇല്ല. ഇവിടെ ആറിൽ എക്സും വൈയും സെഡും വേണ്ടതാണ്, പക്ഷെ ഇവിടെ സെഡ് ഇല്ലല്ലോ. എസ്സിൽ എക്സും വൈയും സെഡും വേണ്ട, പക്ഷെ ഇതില്ലല്ലോ. ആരില്ല, എക്സ് ഇല്ല. ഇവിടെ ടിയിൽ എക്സും സെഡും മാത്രമേ വൈ ഇല്ല. അപ്പോൾ നമ്മൾ ഒരു ചെറിയ ചാർട്ട് ഉണ്ടാക്കാം. യു എന്ന് പറയുന്ന സാധനം,
യു ഈസ് എ ഫംഗ്ഷൻ ഓഫ് എന്തൊക്കെയാ? യു ഈസ് എ ഫംഗ്ഷൻ ഓഫ് ആർ എസ് ടി. നമുക്ക് ഇവിടെ ആർ വെച്ച് കൊടുക്കുക, ഇവിടെ എസ് വെച്ച് കൊടുക്കുക, ഇവിടെ ടി വെച്ച് കൊടുക്കുക. യു ആരൊക്കെ കണക്ട് ചെയ്ത് യു ഇസ് എ ഫംഗ്ഷൻ ആർ എസ് ടി. യുവിന് ആറും എസും ടി ഒരു ലിങ്ക് കൊടുത്തു. ഇനി നമുക്ക് ആറിനെ കണക്ട് ചെയ്യണം. ആറിനെ കണക്ട് ചെയ്യുമ്പോൾ ആറിന് ആരുടെ കണക്ഷൻ? ആറിന് എക്സ് വൈ ആയിട്ട് കണക്ഷൻ, എക്സ് വൈ. എസിന് ആരുടെ കണക്ഷൻ? വൈയും സെറ്റ് ആയിട്ട്. സെറ്റ് ടിക്ക് ആരുടെ കണക്ഷൻ? എക്സും സെറ്റ് ആയിട്ട്. ഇങ്ങനെ ഒരു ചെറിയൊരു ചാർട്ട് ഉണ്ടാക്കുക. ഓക്കെ, അതിന് ശേഷം എന്താ ചെയ്യേണ്ടത് ഞാൻ പറയാം. നമുക്ക് വേണ്ടത് ഡോ യു ബൈ ഡോ എക്സ് വേണമെന്ന് വിചാരിക്കുക. നമുക്ക് ഡോ യു ബൈ ഡോ എക്സ് വേണം എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെ സഞ്ചരിക്കണം നോക്കിക്കോളെ. യുന്ന് സ്റ്റാർട്ട് ചെയ്യുക, എക്സ് ഇവിടെ അവസാനിക്കുന്നത്. യുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന എക്സ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പാതയിലൂടെ ഇങ്ങനെ കടന്നു വരാം. ഇവിടെ വരാം. ഈ ഒരു പാത്തിലൂടെ ഇങ്ങനെ കടന്നു വന്നാൽ ഇവിടെ എക്സ് ഇല്ലാത്തതുകൊണ്ട് ആ ഭാഗം പ്രശ്നമായി പോകും. ഓക്കെ, ഈ ഒരു പാത്തിലൂടെ ഇങ്ങനെ കടന്നു വന്നിട്ട് ഇവിടെ എക്സ് ഉണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ഒരു എക്സ് ഇല്ലാത്തൊരു പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതി നോക്കിക്കോളെ. ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഈ ഒരു പാത്തിന് നമ്മൾ ആറിൻ്റെ പാത്തല്ല, ആറിൻ്റെ ബ്രിഡ്ജ് അല്ലേ ഇത്, ഡോ യു ബൈ ഡോ ആർ എന്ന് എഴുതും. ഈ ഒരു പാത്തിന് ഡോ യു ബൈ ഡോ എസ് എന്ന് എഴുതും. ഡോ എന്ന് എഴുതാവും, കാരണം ഇവിടെ 3 ബ്രിഡ്ജ് ഉണ്ട്. ഈ ഒരു പാത്തിന് ഡോ യു ബൈ ഡോ ടി എന്ന് എഴുതും. 3 ബ്രിഡ്ജ് ആയല്ലോ. ഇനി ആറിന് എക്സ് ഒരു കണക്ഷനിലുണ്ട്, ഡോ ആർ ബൈ ഡോ എക്സ് ഉണ്ട്. ഇവിടെ എക്സ് ബ്രിഡ്ജ് ഇല്ല, എക്സ് ബ്രിഡ്ജ് ഇല്ലാത്തത് കൊണ്ട് ഡോ എസ് ബൈ ഡോ എക്സ് എന്ന് പറയുന്ന സാധനം ബ്രിഡ്ജ് ഇല്ല, അത് 0 ആയി പോകും. ഇവിടെ ബ്രിഡ്ജ് ഇല്ലാത്തതുകൊണ്ട് ആ ടേം 0 ആണേ. ഇവിടെ ഡോ ടി ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞ ബ്രിഡ്ജ് ഉണ്ട്, ഡോ ടി ബൈ ഡോ എക്സ് ഉണ്ട്. ഇവിടെ ബ്രിഡ്ജ് ഇല്ലേ, എക്സ് ബ്രിഡ്ജ് ഇല്ല, അതുകൊണ്ട് ഡോ എസ് ബൈ ഡോ എക്സ് 0 ആണ്. അപ്പോൾ നമുക്ക് എഴുതാം ഈ ബ്രാഞ്ച് പ്ലസ് ഈ ബ്രാഞ്ച് പ്ലസ് ഈ ബ്രാഞ്ച്, അത് 3ഉം കൂട്ടിയിട്ടാണ് ഡോ യു ബൈ ഡോ എക്സ്. അപ്പോൾ ബ്രാഞ്ച് ഡോ യു ബൈ ഡോ എക്സ് ഡോ ആർ ബൈ ഡോ എക്സ്, ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ് പ്ലസ് അടുത്ത ഡോ യു ബൈ ഡോ എസ്, ഡോ യു ബൈ ഡോ എസ് ഇൻറ്റു ഇവിടെ ബ്രിഡ്ജ് ഇല്ല, ഡോ എക്സ് ബൈ ഡോ എക്സ് 0 അല്ലേ, അപ്പോൾ അത് 0 എന്ന്. ഇവിടെ ബ്രിഡ്ജ് ഉണ്ട്, ഡോ യു ബൈ ഡോ ടി, ഇത് പ്ലസ് ആണ്, ഡോ യു ബൈ ഡോ ടി ഇൻറ്റു ഡോ ടി ബൈ ഡോ എക്സ്. അപ്പോൾ ഈ ടേം 0 ആയി പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ വരിക? ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ യു ബൈ ഡോ ആർ ആണ്. ഈ ആർ ബ്രിഡ്ജ് ഡോ യു ബൈ ഡോ ആർ ആണ്, ഇത് ഡോ ആർ ആണ്. ഡോ ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ് പ്ലസ് ഇത് നടുവ് ടൈം 0, ഇത് ഡോ യു ബൈ ഡോ ടി ഇൻറ്റു ഡോ ടി ബൈ ഇങ്ങനെ ഉണ്ടായി. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് കാണാം. നമുക്ക് എന്താ നേരത്തെ തന്നിരിക്കുന്ന സാധനങ്ങൾ, നമുക്ക് നേരത്തെ തന്നിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് നോക്കാം. എന്തായിരുന്നു? ആർ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് ഐ. ഇപ്പോൾ ആർ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് വൈ അല്ലേ, എവിടെ എടുക്കുക? ആർ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് വൈ. ടി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സെഡ് മൈനസ് എക്സ്. ഡോ ആർ ബൈ ഡോ എക്സ് വേണം. ഡോ ആർ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വരും? 1 വരും, ഇത് 0 ആയി പോകും. ഡോ ടി ബൈ ഡോ എക്സ് വേണ്ടേ? ഡോ ടി ബൈ ഡോ എക്സ് എന്ത് വരും? ഡോ ടി ബൈ ഡോ എക്സ് -1. അപ്പോൾ ഇവിടെ 1, ഈ സാധനം 1 ആയി പോകും. ദിസ് ഈസ് ഇൻറ്റു 1, ഇത് -1. അപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഇത് ഡോ യു ബൈ ഡോ ആർ മൈനസ് ഡോ യു ബൈ ഡോ ടി, ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച സാധനത്തിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സാധനം, ഇതിൻ്റെ വാല്യൂ നമ്മൾ ഫൈൻഡ് ചെയ്തു. ഇനി നമുക്ക് ഡോ യു ബൈ ഡോ വൈയും ഡോ യു ബൈ ഡോ സെറ്റും വേണം.
നമ്മൾ ബ്രിഡ്ജ് അപ്പോൾ നമ്മുടെ കയ്യിൽ വേണേ. ബ്രിഡ്ജിൽ നമുക്ക് ഡോ യു ബൈ ഡോ വൈയാണ് വേണ്ട. അടുത്ത് ഡോ യു ബൈ ഡോ വൈ വേണേൽ നമ്മൾ ഏതിൽ കൂടെ സഞ്ചരിക്കണോ? ഡോ യു ബൈ ഡോ ആർ കൂടെ സഞ്ചരിച്ച് ഇവിടെ വരാം. ഇതിലൂടെ സഞ്ചരിച്ച് ഇവിടെ വരാം. ഡോ യു ബൈ ഡോ ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ വൈ. ഡോ യു ബൈ ഡോ ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ വൈ പ്ലസ് ഇവിടെ ഡോ യു ബൈ ഡോ എസ് ഡോ എസ് ബൈ ഡോ വൈ. ഈ ബ്രിഡ്ജിൽ ഇങ്ങനെ വരാം. ഡോ യു ബൈ ഡോ എസ് ഇൻറ്റു ഡോ എസ് ബൈ ഡോ വൈ പ്ലസ് അടുത്ത ഡോ യു ബൈ ഡോ ടി ഇൻറ്റു ഇവിടെ വൈ ഇല്ലല്ലോ. അപ്പോൾ വൈൻ്റെ ബ്രിഡ്ജ് ഇവിടെ ഇല്ല, വൈ ബ്രിഡ്ജ് ഇല്ല. അതുകൊണ്ട് ഡോ ടി ബൈ ഡോ വൈ 0 ആയിരിക്കും. അപ്പോൾ ഡോ യു ബൈ ഡോ ടി ഇൻറ്റു ആ സാധനം 0 ആയിരിക്കും. ഈ മൂന്നാമത്തെ ടേം 0 ആയി പോകും. ഇനി ഡോ ആർ ബൈ ഡോ വൈ എന്താണെന്ന് നമുക്ക് നോക്കാം. ആറിന് പറഞ്ഞാൽ എന്തേനും ആറെന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് വൈയും എസ് എന്ന് പറഞ്ഞാൽ വൈ മൈനസ് സെറ്റുക. ആറെന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് വൈയും എക്സ് എന്ന് പറഞ്ഞാൽ വൈ മൈനസ് സെറ്റുമാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണ്ടത്? ഡോ ആർ ബൈ ഡോ വൈ വേണം. ഡോ ആർ ബൈ ഡോ വൈ -1 അല്ലേ. ഡോ സെറ്റ് ബൈ എന്താ വേണ്ടത്? ഡോ സെറ്റ് ബൈ ഡോ വൈ 1 അല്ലേ. അപ്പോൾ ഇത് -1, ഇത് 1. അപ്പോൾ ഡോ യു ബൈ ഡോ വൈ എന്ത് വരും? ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ യു ബൈ ഡോ ആർ. ഇത് നെഗറ്റീവ് ഡോ യു ബൈ ഡോ ആർ ആണ് വരിക. നെഗറ്റീവ് ഡോ യു ബൈ ഡോ ആർ പ്ലസ് ഡോ യു ബൈ ഡോ എസ്. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇനി നിങ്ങൾ ഇതേപോലെ ഡോ യു ബൈ ഡോ സെഡ് കണ്ടുപിടിക്കുക. ബ്രിഡ്ജിലേക്ക് പോവുക. സെറ്റ് കണ്ടുപിടിക്കാൻ ഡോ യു ബൈ ഡോ എക്സ് ഇവിടെ ഇതില്ലല്ലോ. അപ്പോൾ ഡോ യു ബൈ ഡോ ആർ ബൈ ഡോ സെറ്റ് ഇല്ല. അപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ ഇവിടെ സെഡ് ബ്രിഡ്ജ് 0 ആണ്. അപ്പോൾ ഈ സാധനം 0 ആയി പോകും. പിന്നെ ഇവിടെ ബാക്കി ഡോ യു ബൈ ഡോ എസും ഡോ എസ് ബൈ ഡോ സെറ്റും. ഡോ യു ബൈ ഫസ്റ്റ് സാധനം 0 ആയി പോവേ. ഡോ യു ബൈ ഡോ എസും ഡോ എസ് ബൈ ഡോ സെറ്റ് പ്ലസ് അടുത്ത ബ്രിഡ്ജ് ഡോ യു ബൈ ഡോ ടിയും ഡോ ടി ബൈ ഡോ സെറ്റ്. ഡോ യു ബൈ ഡോ ടിയും ഡോ ടി ബൈ ഡോ സെറ്റ്. ഇത് 0. അപ്പോൾ ഡോ എസ് ബൈ ഡോ സെറ്റ് എന്താ വരിക? ഡോ എസ് ബൈ എസ് എന്ന് പറഞ്ഞാൽ വൈ മൈനസ് സെറ്റ്. എസ് എന്ന് പറയുന്നത് വൈ മൈനസ് സെറ്റ്. അപ്പോൾ നമുക്ക് ഡോ യു ബൈ ഇവിടെ വേണ്ടത് ഡോ യു ബൈ ഡോ എസ് ഡോ യു ബൈ ഡോ എസ് ബൈ ഡോ സെറ്റ് വേണം. ഡോ എസ് ബൈ ഡോ സെറ്റ് എസ് എന്തേനും എസ് ഇതല്ലേ. ഡോ എസ് ബൈ ഡോ സെറ്റ് എന്ന് പറഞ്ഞാൽ -1 വരും. അപ്പോൾ ഇവിടെ -1 പ്ലസ് ഡോ യു ബൈ ഡോ ടി ഇൻറ്റു ഡോ ടി ബൈ ഡോ സെറ്റ് എന്താ? ഡോ ടി ബൈ ഡോ സെറ്റ്. ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ടി എന്ന് പറഞ്ഞാൽ സെറ്റ് മൈനസ് എക്സ് ആണ്. സെറ്റ് മൈനസ് എക്സ്. അപ്പോൾ ഡോ ടി ബൈ ഡോ സെറ്റ് എന്താ? 1 ആണ് വരിക. അപ്പോൾ ഈ ടേം 1 ആണ്. ദിസ് ഈസ് 1. അപ്പോൾ മൈനസ് ഡോ യു ബൈ ഡോ സെറ്റ് എന്ന് പറയുന്നത് മൈനസ് ഡോ യു ബൈ ഡോ സെറ്റ് പ്ലസ് ഡോ യു ബൈ ഡോ ടി. ഡോ യു ബൈ ഡോ സെറ്റ് എന്ന് പറഞ്ഞാൽ മൈനസ് ഡോ യു ബൈ ഡോ സെറ്റ് പ്ലസ് ഡോ യു ബൈ ഡോ സെറ്റ്. കേസ് നമ്പർ 3. ഇനി നമ്മൾ ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡോ യു ബൈ ഡോ സെറ്റ് നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുക. ഇക്വേഷൻ 1, 2, 3 ആഡ് ചെയ്താൽ 0 കിട്ടും. 1, 2, 3 ആഡ് ചെയ്താൽ 0 കിട്ടും. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി ഒരേ ഒരു പ്രോബ്ലം കൂടി ബാക്കിയുള്ളൂ.
There is one and only one problem remains here. ഇവിടെ ഒരേ ഒരു പ്രോബ്ലം ബാക്കി. u is equal to function of r s t. r is equal to x by y. t is equal to y by z. r s ആണ് ഇതൊക്കെ. r is equal to x by y. s is equal to y by z. t is equal to z by x. r s t. ഓക്കെ, ഇപ്പോൾ r s t മനസ്സിലായില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ദാറ്റ് x ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ്, y ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ, z ഇൻറ്റു ഡോ യു ബൈ ഡോ സെറ്റ് ഈക്വൽ ടു. ഇതാണ് x ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് y ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ പ്ലസ് z ഇൻറ്റു ഡോ യു ബൈ ഡോ സെറ്റ് ഈക്വൽ ടു 0. ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം എന്തൊക്കെ വേണം? u is a function of r s t. r is a function of x and y, s is a function of y and z, t is a function of z. നമ്മൾ നേരത്തെ പോലെ തന്നെ എന്ത് ചെയ്യുക? ബ്രാഞ്ച് ഉണ്ടാക്കുക. u 3 ബ്രാഞ്ച് കൊടുക്കുക. ഒന്ന് r s tയിലേക്ക്. എക്സിൻ്റെ കൊടുക്കുക. ഇവിടെ 2 കണക്ഷൻസ് ചെയ്യുന്നു. r എക്സും വൈയിട്ട് കണ്ടിരിക്കുന്നത്. എക്സ് വൈ, എസ് വൈയും സെറ്റും, വൈയും സെറ്റും. ടി കണ്ടിരിക്കുന്നത് സെറ്റും എക്സും, സെറ്റും. ഇനി നമുക്ക് വേണ്ടതെന്ന് ഡോ യു ബൈ ഡോ എക്സ് കണ്ടുപിടിക്കണം. ഡോ യു ബൈ ഡോ എക്സ് കണ്ടുപിടിക്കാൻ ഇവിടുന്ന് ഇങ്ങനെ ഇത് ഡോ യു ബൈ ഡോ ആർ, ഈ ബ്രിഡ്ജ് ഡോ യു ബൈ ഡോ എക്സ്, ഈ ബ്രിഡ്ജ് ഡോ യു ബൈ ഡോ ടി, ഇത് ഡോ ആർ ബൈ ഡോ എക്സ്, ഇത് ഡോ ആർ ബൈ ഡോ വൈ, ഇത് ഡോ എസ് ബൈ ഡോ വൈ, ഇത് ഡോ എസ് ബൈ ഡോ സെറ്റ്, ഇത് ഡോ ടി ബൈ ഡോ സെറ്റ്, ഇത് ഡോ ടി ബൈ ഡോ എക്സ്. ഇനി നമുക്ക് ഡോ യു ബൈ ഡോ എക്സ് അല്ല വേണ്ടേ? ഡോ യു ബൈ ഡോ എക്സ് വേണമെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് എടുക്കാം. ഡോ യു ബൈ ഡോ എക്സ് വേണമെങ്കിൽ ഇതാ ഇവിടെ എക്സിലെ ടേമില്ലേ, എക്സ് ബ്രിഡ്ജ് ഇവിടെ ഉണ്ടല്ലോ, ഇതിലൂടെ ഇങ്ങനെ അങ്ങ് സഞ്ചരിക്കുക. അത് ബ്രിഡ്ജ്. ഇവിടെ എക്സ് ബ്രിഡ്ജ് ഇല്ല, ഇപ്പുറത്തെ എക്സ് ബ്രിഡ്ജ് ഇല്ലാത്തതുകൊണ്ട് ഇത് ഇവിടെ എത്തി. ഇപ്പുറത്തെ ബ്രിഡ്ജ് ഇല്ലാത്തതുകൊണ്ട് ആ സാധനം 0 ആയിപ്പോയി. ഇപ്പോൾ ആ സാധനം 0 ആയി, സെക്കൻഡ് ടേം 0 ആയിപ്പോയി. ഇവിടെ ഈ ബ്രിഡ്ജ് എക്സ് ബ്രിഡ്ജ് ഉണ്ട്, ഇങ്ങനെ വന്ന് ഇതിലൂടെ ഇങ്ങനെ വരാം. അപ്പോൾ ഈ ബ്രിഡ്ജ് കൂട്ടണം, ഈ ബ്രിഡ്ജ് എടുത്താൽ മതി. സെക്കൻഡ് ബ്രിഡ്ജ് ഇവിടെ ഫസ്റ്റ് ഡോ യു ബൈ ഡോ എക്സ് ഉണ്ട്, പക്ഷേ എക്സ് ബ്രിഡ്ജ് ഇല്ലാത്തതുകൊണ്ട് ഇത് ഗുണിക്കണം, ഇത് 0 ആണ്. അപ്പോൾ ആ 0 ആയിപ്പോയി. അപ്പോൾ നമുക്ക് ഈസിയായിട്ട് എഴുതാം. എന്താ ഡോ യു ബൈ ഡോ എക്സ്? ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ഡോ യു ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ്, ഡോ യു ബൈ ഡോ ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ് പ്ലസ് സെക്കൻഡ് ബ്രിഡ്ജ് 0 ആണ്. സെക്കൻഡ് ബ്രിഡ്ജ് 0 എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വരെത്തി എക്സ് ബ്രിഡ്ജ് ഇപ്പോൾ ഇല്ലാതുകൊണ്ട് അത് 0 ആയിപ്പോയി. ഇത് ഗുണിക്കണം 0 ആയിപ്പോയി. ഇനി ഡോ യു ബൈ ഡോ ടി പ്ലസ് ഡോ യു ബൈ ഡോ ടി ഇൻറ്റു ഡോ യു ബൈ ഡോ ടി ഇൻറ്റു ഡോ ടി ബൈ ഇവിടെ ബ്രിഡ്ജ് ഉണ്ട്, എക്സ് ബ്രിഡ്ജ് ഉണ്ട്, ഡോ ടി ബൈ ഡോ എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ടല്ലോ, ആർ സമ എക്സ് ബൈ വൈ അല്ലേ. അപ്പോൾ ഡോ ആർ ബൈ ഡോ എക്സ് ഇവിടുന്ന് കാണാം. ഡോ ആർ ബൈ ഡോ എക്സ് എന്താ? ഡോ ആർ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സിന് ഡിഫറൻഷ്യൽ 1 ബൈ കിട്ടുക. ഡോ ടി ബൈ ഡോ എക്സ് ടി എത്രയാണ്? ടി തന്നിരിക്കുന്നത് എത്രയാണ്? ടി എന്ന് പറഞ്ഞാൽ സെറ്റ് ബൈ എക്സ്. ടി എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ബൈ എക്സ്. അവിടെ കൊടുക്കുക. ടി എന്ന് പറഞ്ഞാൽ സെറ്റ് ബൈ എക്സ്. ഡോ ടി ബൈ ഡോ എക്സ് എന്തൊരു സെറ്റ് കോൺസ്റ്റൻ്റ് ആണ്, അന്നേരം മൈനസ് സെറ്റ് ബൈ എക്സ് സ്ക്വയർ വരിക. 1 ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് -1 ബൈ എക്സ് സ്ക്വയർ. അപ്പോൾ ഈ സാധനവും കൊണ്ടിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡോ ആർ ബൈ ഡോ എക്സിൻ്റെ പൊസിഷനിൽ ഡോ ആർ ബൈ എക്സിൻ്റെ ഇവിടെ ഇതിനെ മാറ്റിയിട്ട് 1 ബൈ വൈ എന്ന് കൊടുക്കുക. ഇതിനെ മൈനസ് സെറ്റ് ബൈ എക്സ് സ്ക്വയർ കൊടുക്കുക. ഇതിനെ മാറ്റിയിട്ട് മൈനസ് സെറ്റ് ബൈ എക്സ് സ്ക്വയർ. അപ്പോൾ എന്താ വരിക? ഡോ യു ബൈ ഡോ എക്സ് എന്താവും? അപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 1 ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഡോ യു ബൈ ഡോ ആർ ഇൻറ്റു 1 ബൈ വൈ
1/y പ്ലസ് ഇത് 0. ഇത് ഡോ യു ബൈ ഡോ ടി ഇൻറ്റു മൈനസ് സെറ്റ് ബൈ എക്സ് സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. ഇപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് ആയി. ഇതേപോലെ നിങ്ങൾ ഡോ യു ബൈ ഡോ വൈ കണ്ടുപിടിക്കുക, ഡോ യു ബൈ ഡോ സെറ്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് എക്സ് നമുക്ക് വേണ്ടത് ഇതെല്ലാം ഓരോന്നും കണ്ടുപിടിക്കുക. ഡോ യു ബൈ ഡോ എക്സ് ഞാൻ കണ്ടുപിടിച്ച പോലെ ഡോ യു ബൈ ഡോ വൈ കണ്ടുപിടിക്കുക, ഡോ യു ബൈ ഡോ സെറ്റ് കണ്ടുപിടിക്കുക. അതൊക്കെ 3 കണ്ടുപിടിച്ച് വെച്ചിട്ട് ആദ്യത്തെ ഇക്വേഷൻ 1ൻ്റെ കൂടെ എക്സ് മൾട്ടിപ്ലൈ ചെയ്യുക, രണ്ടാമത്തെ ഇക്വേഷൻ 2ൻ്റെ കൂടെ വൈ മൾട്ടിപ്ലൈ ചെയ്യുക, മൂന്നാമത്തെ ഇക്വേഷൻ കൂടെ സെറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. അതിൻ്റെ ആ 3 കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്താൽ നമുക്ക് വലത്തേ സൈഡ് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. വലത്തേ സൈഡിൽ നമുക്ക് 0 എന്ന് കിട്ടും. അതോടുകൂടി പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കംപ്ലീറ്റ് ആയി കേട്ടോ. നിങ്ങൾ ആഡ് ചെയ്ത് നോക്കിയാൽ മതി. അത് സിമ്പിളാണ്.